ഹായ് മർഹബ. ഹലോ, ഹൗ ആർ യു ആൾ? നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. ഈ ചെയ്യുമ്പോഴൊക്കെ ഇതിനൊരു ടെക്നോളജിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായി ഭംഗിയായിട്ട് സംഗതികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടാണ് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിൽ പ്രസന്റേഷൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ് PPT യൂസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ PPT യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും പല ആളുകളും അത് ഒരു ഒരു പേജിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ഓപ്പൺ ആക്കിയിട്ട് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നത് കാണാറുണ്ട്. ഇവിടെ നമ്മൾ അതിലേക്ക് ആനിമേഷൻ ആഡ് ചെയ്തുകൊണ്ട് അതിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മാത്രമല്ല നമ്മൾ ഏത് പോയിന്റ് ആണോ ഫോക്കസ് ചെയ്യുന്ന ആ പോയിന്റിനെ മാത്രം കൊണ്ടുവന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത പോയിന്റ് കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ക്ലാസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആളുകൾക്ക് പലർക്കും സംശയമുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പ്രസന്റേഷനിൽ ആനിമേഷൻ കൊണ്ടുവരാം, അതിനെങ്ങനെ മാറ്റിയെടുക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതൊന്ന് കാണിക്കാം, എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഒരു PPT ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ആ PPT കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ആനിമേഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാനിതൊന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് വേർബ്സ് ഇൻ അറബിക് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. ഇതിപ്പോൾ വെന്റ്, ഇതിൽ പോയിന്റ്സ് കുറേ ഉണ്ട്, പക്ഷെ എല്ലാം ഒരുമിച്ച് ആണ് ഇതിൽ കാണാം. അടുത്ത പേജ് വരുമ്പോഴും തേർഡ് പേജ് എല്ലാം എല്ലാം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതില് നമുക്ക് പ്രസന്റേഷൻ ആഡ് ചെയ്യുക അങ്ങനെ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് പേജ് എടുത്തു. ഈ പേജിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന് നമുക്കൊരു ഒരു ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കസ്റ്റം ആനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമുക്ക് എഫക്റ്റ് കൊടുക്കേണ്ടത്. എഫക്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, എൻട്രി എഫക്റ്റ്, അതുപോലെ അത് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എക്സിറ്റ്, അത് പോകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ 3 എഫക്റ്റുകളാണ് വളരെ പ്രധാനമായിട്ട് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ഇതിന് ഞാനൊരു എൻട്രി എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. എൻട്രി എഫക്റ്റ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഈ കണ്ടന്റ് അത് വരുമ്പോൾ ആ ഒരു എഫക്റ്റോട് കൂടിയാണ് വരിക. അപ്പോൾ ഞാൻ എല്ലാത്തിലും കൊടുക്കാറുള്ളത് ഫെയ്ഡ് എന്ന എഫക്റ്റ് ആണ്. ഫെയ്ഡ് എഫക്റ്റിന്റെ ഒരു പ്രത്യേകത, അത് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഫ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയ സദസ്സിന് അത് അത്ര എഫക്റ്റീവ് ആവില്ല. കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അത് രസമായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണോ അതിന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വരും. അതിൽ എൻട്രൻസ് എങ്ങനെയെന്ന് കൊടുക്കാം, ഫെയ്ഡ് കൊടുക്കാം. എന്നിട്ട് ഇതിലിപ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണുള്ളത്, പക്ഷെ ഒന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിന് എൻട്രി എഫക്റ്റ് കൊടുക്കുകയാണ്. ഫെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് വരും. എന്നിട്ട് അടുത്തത് ഇതുപോലെ സെലക്ട് ചെയ്യാം, എഫക്റ്റ് എടുക്കുക, അതിൽ ഫെയ്ഡ് എഫക്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നിനും എഫക്റ്റ് കൊടുത്താൽ അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു 3 ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വരിക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രസന്റേഷൻ സ്ക്രീന് ബ്ലാങ്ക് ആയിട്ടാണ് കാണാം, ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ക്ലിക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരു മെയിൻ ഹെഡിങ് വരാൻ പറ്റും. അടുത്ത ക്ലിക്കിന് നെക്സ്റ്റ് പേജ് ആണ് വരിക. ഇപ്പൊ ഞാൻ എഫക്റ്റ് കൊടുക്കാത്തതാണ് ഇത് കാണുന്നത്. ഓക്കെ, എഫക്റ്റ് കൊടുക്കാത്തത് ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ എഫക്റ്റ് ഒന്നിന് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും എഫക്റ്റ് കൊടുക്കണം, എന്നാലേ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ എഫക്റ്റ് കൊടുത്തതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് വന്നു. അടുത്ത ക്ലിക്ക് ഫസ്റ്റ് പോയിന്റ് വന്നു. നെക്സ്റ്റ് ക്ലിക്ക് അടുത്ത പോയിന്റ് വന്നു. ഇങ്ങനെ ഓരോ ക്ലിക്കിന് ഓരോ പോയിന്റ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അടുത്ത ക്ലിക്ക് വരെ, ക്ലിക്കിനാണ് അടുത്തത് വരുള്ളൂ. അപ്പൊ ആ ഒരു സമയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമായിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. ഇനി
ഇതിൽ എഫക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 3 നമ്മൾ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞതാണ്. 4-മത്തത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, എഫക്റ്റ് കൊടുക്കുക, എൻട്രൻസ്. അപ്പോൾ ഫെയ്ഡ് എഫക്റ്റ് ആണ് കൊടുത്തത്. കുറേ എഫക്റ്റുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നത് അത് കൊടുക്കാൻ പറ്റും. ഇനി എഫക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മൗസ് ക്ലിക്ക് വേണോ വേണ്ടേ ചോദിക്കുന്നുണ്ട്. മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ വിത്ത് പ്രീവിയസ് തൊട്ട് മുന്നുള്ളത് എങ്ങനെയാണോ വന്നത് അതിന്റെ കൂടെ ഒരു ഒറ്റ ക്ലിക്കിന് അതും വരും ഇതും വരും, ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആഫ്റ്റർ പ്രീവിയസ്, ആദ്യത്തെ വന്ന് അതിന്റെ ആനിമേഷൻ കഴിഞ്ഞ് നിന്ന് എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ അടുത്ത് വരുന്ന രൂപത്തിൽ ഇത് നമുക്ക് ക്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആനിമേഷൻ കൊടുക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൂടുതലായിട്ട് മറ്റു പല കാര്യങ്ങളും എങ്ങനെ ഒരു PPT ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇൻഷാല്ല നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ബൈ.